പറഞ്ഞതാ. അപ്പൊ അത് ശിർക്കല്ല എന്ന് ഉറപ്പല്ലേ? പഴയകാല മൗലിമാർക്കൊന്നും ശിർക്കല്ല, പിന്നെ എന്നേപ്പോ ഇത് ശിർക്കാകാൻ തുടങ്ങിയത്? എന്നാ നിങ്ങൾക്കറിയോ മന്ത്രത്തെ കുറിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം, സ്ക്രീനിലുണ്ട്, അത് കേൾക്കേണ്ടതാണ്. അതായത് പഴയ കാലത്ത് മുജാഹിദ് മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്നറികൾ? ശിർക്കാണ്, കുഫറാണ്. സക്കരിയ സലായിയുടെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചുതരാം. നമ്മുടെ രോഗം സംബന്ധം മന്ത്രം കുന്ത്രം നടങ്ങാണ്ട് ഇത് പഴയ കാലത്ത് പറയട്ടെ. സക്കരിയ ഒന്ന് വെച്ചു കൊടുക്കാം, അതൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത ആളെ പ്രശ്നം കേൾപ്പിച്ചു. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം, ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, സദാവവും നിങ്ങൾ ചികിത്സിക്കണം. അള്ളാഹു രോഗം ഇറക്കിയിട്ടുണ്ടോ? അതിന് പ്രത്യൗഷധം ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടിട്ട് ചികിത്സിച്ചാൽ ബരി അബീദില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോകും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും. അതെ, ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ട കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിൽ വരയും പോലെ തെലുങ്കും പലകും വരിക, അലിഫ് ലാമ് അലിഫ് റാന്നൊക്കെ എഴുതുക, എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മറിച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊഴിഞ്ഞ് തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പൊടിച്ചാലും അതന്നെ, വയറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് എഴുത്തിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലോ അതന്നെ, കാളമൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർച്ചമരത്തുമ്പോ കയറുന്ന ഇരിക്കാലി പോത്തിന്റെ അരയിലും അതന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയാനാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. വീട്ടിലങ്ങള് കാളമൂട്ടിലൂടെ പോത്തിന്റെ അരയിൽ കെട്ടില്ല, അത്രയും എന്തായി പറയുന്നത്? ഒരു ജാതി കഥ. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. അത് ഞാൻ പറയുന്നത്. അപ്പോ മന്ത്രം കുന്ത്രം മേലസ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. അതൊക്കെ ശരിയല്ല. അപ്പൊ ശിർക്കും കുഫ്റും. എന്താ മുജാഹിദുകൾ ഇപ്പൊ അവിടുന്നൊക്കെ മാറി, ഇപ്പൊ പുതിയ തൗഹീദല്ലേ? ആ പുതിയ തൗഹീദ് ഇപ്പൊ ജിന്നുകളോട് സഹായം തേടൽ ശിർക്കാണ്. പഴയ കാലത്ത് അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, മലായിക്കത്തുകളോടൊന്നും സഹായം ചോദിക്കാൻ പാടില്ല, അതൊക്കെ ശിർക്കാന്നാ. ഇപ്പൊ മുജാഹിദിന്റെ ലേറ്റസ്റ്റ് തൗഹീദ് എന്താന്ന് വെച്ചാല് ജിന്നുകളോട് സഹായം തേടാം. അത് ശിർക്കല്ല എന്നല്ല, ഏറ്റവും ലേറ്റസ്റ്റ് തൗഹീദ്. നിങ്ങൾ ചിന്തിക്കണം. ആ മുജാഹിദുകൾ ഇപ്പൊ തൗഹീദിൽ മാറ്റിയിട്ട് പറയുന്നു എന്താ? സക്കരിയ എന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്നറിയോ? ഒരു കുട്ടി കരയുടെ നേരത്ത് നമ്മളിങ്ങനെ കരയല്ലേ വേണ്ടത്, മന്ത്രിക്കുക വേണ്ടത്. കേട്ടോളൂ, ആളെ കൊണ്ട് പറയിപ്പിച്ചാൽ. നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസിന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തിൽ കുറിച്ച് ഊതി തടവി കൊടുത്താൽ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ? ഖുറാഫാത്ത് ചോദിക്കും. ഞങ്ങളോടല്ല, ആഫീസിലേക്ക് ചോദിച്ചു നോക്കും ഖുറാഫാത്തോ. കണ്ടോ, പഴയ കാലത്ത് മൂപ്പരാ പറയും മന്ത്രം കുന്തരം കിന്തരം മേലസ് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ചോദിക്കും അതൊക്കെ ഖുറാഫാത്താണോ? ചോദിക്കും. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഓരോന്നോരോന്ന് മാറ്റിപ്പിക്കും ഇൻഷാ അല്ലാഹ്. കേട്ടോളൂ നിങ്ങൾ. കഴിഞ്ഞിട്ടില്ല, പറയട്ടെ അയാൾ. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ, അല്ലാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല, സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, ജനങ്ങളെ രക്ഷിതാവേ, നീ രോഗത്തിന് ശമനം നൽകണേ, ഒരു രോഗവും വിട്ടുകളയാത്ത ശമനം നിന്റേത് മാത്രമാണ്. ഇതാണ് ഇസ്ലാമിലെ മന്ത്രം. വേദനക്കുള്ള മന്ത്രമാണത് പറയിപ്പിക്കും ഞങ്ങള്. കഴിഞ്ഞില്ല. ഇനി വേറൊരു മൗലവി വന്നു, ഡോക്ടർ സുബൈർ. അയാള് ഭയങ്കര ജിന്ന് ഡോക്ടറാണ്. അപ്പൊ എല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ല. അയാൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്ന് അറിയും? അയാൾ പറയുന്നത് പിശാചിനെതിരിൽ ആയത്ത് എഴുതി കുടിച്ചൊരു കഥ. അയാളെന്നെ പറയട്ടെ. വെച്ചെടുക്കും ഡോക്ടർ സുബൈർ പറയട്ടെ. എന്റെ അടുത്ത് മതം മാറി വന്ന ചില ആളുകൾ എന്ന് പറഞ്ഞെന്ന് വെച്ചാല്, ഒരു സുഹൃത്ത് പറഞ്ഞത് പുള്ളി നമസ്കരിക്കാൻ നിന്നാൽ യേശുവിന്റെ രൂപം മുന്നിൽ നിൽക്കുന്നതാണ്. യേശുവിന്റെ രൂപം മുന്നിൽ നിൽക്കും, എത്ര കാണിച്ചാലും അത് പോവില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു? എന്നാൽ ഞാൻ ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലാഹൂന്ന് ഇങ്ങനെ വലിയ അറ്റത്ത് ഏത് മനസ്സിൽ കണ്ട് അതിന്റെ മുന്നിൽ നമസ്കരിക്കാൻ വിചാരിച്ചു. എന്നാലും ഇതെങ്ങനെ പോയിരുന്നു, അപ്പോൾ ഇത് പോവില്ല.
അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ മടക്കി വെച്ചു. വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറ് എന്തായാലും പോകുന്നത് അത് എന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ മാർഗത്തിൽ അത് കളയാൻ പറ്റും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് അടുത്തുനിന്ന് ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയ വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ തളിക്കുകയും ചെയ്തു. അപ്പൊ ഈ രൂപ പ്രത്യക്ഷമായി. പിന്നെ രൂപം വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലക്കുണ്ടാവും. ഇതെല്ലാം അപ്പൊ ഈ വഹാബി മൗലവി ഖുർആൻ ഓതിയിട്ട് ഖുർആനിൽ ഓതിയ വെള്ളം രോഗിയുടെ മുഖത്ത് തെളിച്ചപ്പോ പിശാച് പിന്നെ വന്നില്ല. എങ്ങനെയുണ്ട്? ഇയാളൊക്കെ ചികിത്സിച്ചിരുന്ന പിശാച് വന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഖലീൽ തങ്ങൾ പാപ്പാനും ഉള്ളാൽ പാപ്പാനും കണ്ടാലും പിശാച് ഓടൂലേ, പിന്നെ അവിടെ നിൽക്കുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതാണ് ഇപ്പൊ ഇവരാണ് ഇത് ചീർക്കും കുഫറുവാന്ന് പറഞ്ഞ ആൾക്കാർ മൊത്തം പരിപാടി എന്താ? മന്ത്രിച്ച് ഊതിയിട്ട് വെള്ളത്തിൽ ഊതന്നിട്ട് തെളിക്കാൻ. നമ്മളെ സുന്നികളെ പഴയ പരിപാടി കുഫറും ചീർക്കും പറഞ്ഞ ആ പരിപാടി. നമ്മളെ മുജാഹിദ് ഇപ്പൊ എവിടെ എത്തി? ഞാൻ പറയാം ഒന്നും